പലപ്പോഴും അനീഷ് വീട്ടിൽ വരുന്നത് കണ്ട മീര അമ്മയെ ചോദ്യം ചെയ്തു. ഈ ബന്ധം അവസാനിപ്പിക്കണമെന്ന് അവൾ അമ്മയോട് കർശനമായി ആവശ്യപ്പെട്ടു. പക്ഷേ അതാണ് അവളുടെ ജീവന് വിലയായത്. 2019 ജൂൺ 13 രാവിലെ 11:30 60 വയസ്സുള്ള വത്സല നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ എന്റെ മകൾ മഞ്ജുഷയും 16 വയസ്സുള്ള പേരക്കുട്ടി മീരയും കാണുവാനില്ല. ഭർത്താവ് മരിച്ചതിനു ശേഷം മഞ്ജുഷയും മീരയും താമസിച്ചിരുന്നത് വാടക വീട്ടിലായിരുന്നു. ജൂൺ 10 രാത്രി മഞ്ജുഷ അമ്മയെ വിളിച്ചു പറഞ്ഞു, മീര ഒരാളോടൊപ്പം തിരുപ്പതിയിലേക്ക് ഒളിച്ചോടിപ്പോയി, ഞാൻ അവരെ തിരയുകയാണ്. പക്ഷേ അതിന്റെ പിന്നാലെ മഞ്ജുഷയുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. സംഭവം സംശയാസ്പദമായി കണ്ട പോലീസ് അന്വേഷണം തുടങ്ങി. അയൽക്കാർ പറഞ്ഞു മഞ്ജുഷയ്ക്ക് പെയിന്റിംഗ് ജോലിക്കാരനായ അനീഷുമായി അവിഹിത ബന്ധമുണ്ട്. ജൂൺ 10 ശേഷം അവനെയും കാണുവാനില്ല. ടവർ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ മഞ്ജുഷ പറഞ്ഞ തിരുപ്പതി നുണയാണെന്ന് വ്യക്തമായി. രണ്ടുപേരുടെയും ഫോൺ നാഗർകോവിലെ ഒരു ലോഡ്ജ്. പോലീസ് അവരെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്തു. മീരയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നുണ പറഞ്ഞു. കടുത്ത ചോദ്യം ചെയ്യലിൽ മഞ്ജുഷ ഒടുവിൽ പറഞ്ഞു, മീര ആത്മഹത്യ ചെയ്തതാണ്, ഞങ്ങൾ ഭയന്ന് മൃതദേഹം ഒളിപ്പിച്ചു. പക്ഷേ ഓട്ടോപ്സി റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന സത്യം, മീര കഴുത്ത് ഞെരിച്ചാണ് കൊല ചെയ്യപ്പെട്ടത്. കൂടാതെ ശരീരത്തിനുള്ളിൽ വെള്ളം നിറഞ്ഞിരുന്നു. അവൾ വെള്ളത്തിനടിയിൽ ശ്വാസം മുട്ടി മരിച്ചത്. യാഥാർത്ഥ്യം പുറത്തു വന്നു. അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം മഞ്ജുഷ അനീഷ് ബന്ധം ശക്തമായി. അനീഷ് പലപ്പോഴും വീട്ടിൽ വരുന്നത് കണ്ട മീര ചോദ്യം ചെയ്തു. ഈ ബന്ധം അവസാനിപ്പിക്കണം. മീര അമ്മയെ മുന്നറിയിപ്പ് നൽകി. അന്നേ രാത്രി മീര വീട്ടിലെത്തുമ്പോൾ അമ്മയും അനീഷും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ട് മീര ചീത്ത പറഞ്ഞു. ദേഷ്യപ്പെട്ട മഞ്ജുഷ അവളെ അടിച്ചു. പിന്നീട് ഷോള് കൊണ്ട് കഴുത്തിൽ ഞെരിച്ചു. അനീഷും കൈകൊണ്ടുകൂടി ഞെരിച്ചു. മീര അവിടെ തന്നെ വീണു. അവർ കരുതി അവൾ മരിച്ചുവെന്ന്. മൃതശരീരം ഒളിപ്പിക്കാനായി കിണറ്റിന്റെ അരികിലേക്ക് കൊണ്ടുപോയി. പക്ഷേ കിണറ്റിന്റെ അരികിൽ ശരീരം വെച്ചപ്പോൾ മീരയ്ക്ക് ജീവനുണ്ടായിരുന്നു. അവിടെയും അമ്മ ഇരുന്ന് വീണ്ടും കഴുത്ത് ഞെരിച്ചു. അനീഷ് സിമന്റ് കല്ല് കെട്ടി ജീവനോടെ തന്നെ കിണറ്റിലേക്ക് തള്ളി. വെള്ളത്തിനടിയിൽ ശ്വാസം മുട്ടിയായിരുന്നു അവളുടെ അവസാന നിമിഷം കഴിഞ്ഞു പോയത്. കോടതി ഇത് അപൂർവങ്ങളിൽ അപൂർവം എന്ന കേസായി വിധിച്ചു. വീടിനകത്ത് നടക്കുന്ന തെറ്റായ ബന്ധങ്ങളും മറച്ചുവെച്ച രഹസ്യങ്ങളും കുട്ടികളുടെ സുരക്ഷയെ ഏറ്റവും അധികം ബാധിക്കുന്നു. കൂടുതൽ ക്രൈം സ്റ്റോറീസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.